വ്യൂവേഴ്സ്, അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലുലു മോളിലെ ഒരു ക്രിസ്മസ് വൈബ്സ് കാണിക്കാൻ പോകുന്നത്. അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കാറിൻ്റെ എൻട്രൻസ് ആണ്. ഇത് തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് വന്നതാണ്, ഞങ്ങൾ ബസ്സിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല, പിന്നീടാണ് കണ്ടത്. ഇതിപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂഫ് ടോപ്പ് വരെ ഇത്ര നീളത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ അകത്തൊക്കെ ഒരുപാട് ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്താലോ? വെറുതെ ഞങ്ങൾക്ക് സമയം പോകാത്തതുകൊണ്ട് ഞങ്ങൾ സ്ലോ മോഷനിലെ വീഡിയോസൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. അതിനുശേഷം ഫ്ലോറിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഓഫേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് അകത്തോട്ട് വന്നു. ഇങ്ങനെ ഹാൻഡ് ബാഗ്സൊക്കെ ഒരുപാട് നല്ല നല്ല ഹാൻഡ് ബാഗ്സൊക്കെയാണ് നല്ല രീതിയിൽ 50% ഓഫിൽ കിടക്കുക. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ്സും മാട്രസസൊക്കെ 749 റുപ്പീസ്, അതായത് നേരത്തെ ഒരു സംതിങ് ഓഫർ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വൈൻ ബോട്ടിൽസൊക്കെ കണ്ടായിരുന്നു. പ്ലം കേക്ക്സൊക്കെ നല്ല ഓഫേഴ്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. 3% ഓഫോ 15% ഓഫൊക്കെയാണ് ഓരോ പ്രോഡക്ട്സും. ഇതിപ്പോൾ സ്പെഷ്യൽ ഓരോ ഫ്ലേവേഴ്സിലുള്ള വൈൻ ബോട്ടിൽസ് ഉണ്ട്. അത് റെഡ് ഗ്രേപ്പ് വൈൻസോ അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള വൈൻ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ നോൺ ആൽക്കഹോളിക് ആണ് ഇതെല്ലാം. ഇതൊക്കെ ഓരോ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് ഡിഫറൻസ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഓഡോനിലിനൊക്കെ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. നല്ല നല്ല ബാഗ്സൊക്കെയാണ് അവിടെ എവിടെയും കിടക്കുന്നത്. കുഞ്ഞു പിള്ളേർക്കുള്ള സാധനങ്ങളാണ്. സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് 750 സാധനങ്ങൾ 375 വെച്ചേക്കുക. അങ്ങനെ എന്തോ ഓഫേഴ്സൊക്കെ വെച്ചിട്ടേക്കുക. പിന്നെ ഹാൻഡ് ബാഗ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓഫേഴ്സ്, നല്ല വെറൈറ്റി ഹാൻഡ് ബാഗ്സാണ് ഇതൊക്കെ. നല്ല രീതിയിൽ ഓഫേഴ്സ് തുറക്കാനായിട്ട് ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കൊരു ട്രോളി നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. സോ നമ്മൾ ഈ സാധനം പോലത്തെ ഒരു സാധനം എടുത്തോണ്ട് നടന്നു. പിന്നെ ആദ്യം നമ്മൾ ഫ്രാഗ്രൻസ് നോക്കി, നല്ല മണമുള്ള ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സാന്റാക്ലോസസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് സെലിബ്രേഷൻസ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയക്കകത്ത് കയറിയപ്പോഴത്തേക്ക് ഒരു ട്രോളെ കിട്ടി. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ ബോൾസ് പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസ് ട്രീസൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ വില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെയാണ് ഓരോന്നിൻ്റെയും വിലകൾ. ഇതൊക്കെയാണ് ഡെക്കറേറ്റിംഗ് തിങ്സ്, അതൊക്കെ ഒരുപാടുണ്ട്. അടുത്ത ഈ ഗ്ലിറ്റർ പോലത്തെ ഈ നമ്മളിങ്ങനെ തൂക്കിയിടത്തില്ലേ ഓരോ സ്ഥലങ്ങളും, അതുപോലത്തെ സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ എനിക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ നല്ല ഈ ഫ്രോസൻ്റെ ഓരോ ഫ്ലേക്കി ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഓരോ ഷേപ്സിലുള്ള ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാത്രമല്ല കേട്ടോ, ക്രിസ്മസിൻ്റെ ഇതിന് മാത്രമല്ല, മട്ടനും ഭയങ്കര റേറ്റ് വ്യത്യാസമായിരുന്നു. മീറ്റിനും ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇത് എന്താ സംഭവം എന്നറിയാമോ? ഇത് ഗ്രില്ലറാണ്. ഈ ബാർബിക്യൂ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്. അതിന് വരെ ഭയങ്കര റേറ്റ് അവർ കുറഞ്ഞിട്ടേക്കുക. എനിക്കറിയില്ല, ഞാനിതൊന്നും നേരത്തെ നോക്കാറില്ല, ബട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ലക്കി ഫിഷിൻ്റെ അടുത്ത് പോയി. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് നോക്കി. പക്ഷെ ഭയങ്കര ഷൈ ആയിരുന്നു ലക്കി ഫിഷ്, അതുകൊണ്ട് ഇപ്പോൾ മുകളിലോട്ട് വന്നില്ല. അപ്പം ഞാൻ വേറൊരെണ്ണം എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പ്ലം കേക്കിൻ്റെ അങ്ങോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്കൊരു വീട് പോലെ എന്തൊക്കെയൊക്കെയോ വെച്ചേക്കുന്നു.
എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ ഇത് ശരിക്കുള്ള ബിസ്ക്കറ്റാണ്, അത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഇത് ശരിക്കുള്ള ബിസ്ക്കറ്റാണ്, തൊടരുത് എന്ന്. അപ്പോഴാണ് മനസ്സിലായത് എനിക്കിത് ശരിക്കുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ സാധാരണ നമ്മളവിടെ ഉള്ളതുപോലത്തെ ചീസസ്, ഓരോ വെറൈറ്റി ചീസസ്, ഡാനിഷിലെ ചീസ് വെറൈറ്റീസ് ഉണ്ട്. നോർമലി മോസറല്ല ചീസസും പിന്നെ ഗ്രീൻ കളർ ചീസസ് നോർമലി അവിടെ ഉള്ളതാണ്. പക്ഷെ ഞാനിത് ചെറുതെ മെൻഷൻ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഏതോ മൈക്രോബിയൽ സോൾട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം വന്നപ്പോഴത്തേക്ക് വണ്ടി പോലെ എന്തോ ഒരു സാധനം, ഞാൻ വിചാരിച്ചു അതിൻ്റെ അത് കയറാൻ പറ്റുമെന്ന്. പക്ഷേ അതിൻ്റെ അത് കയറാനൊന്നും പറ്റൂല. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്തോ സ്നാക്സ് പോലെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അകത്ത് കയറിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മലബാർ പൊറോട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ജിലേബി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു വന്നപ്പോഴത്തേക്ക്. നല്ല ചൂട് ജിലേബി ആയിരുന്നു ഈ പാക്കറ്റിൽ ബോക്സിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് തോന്നി. ഇവരിങ്ങനെ ലൈവായിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോഴാണ്. ഈ അച്ചാറിന് വരെ ഇവിടെ എന്തോ സാലഡ്സ്, അച്ചാറിന് ഇതിന് വരെ നല്ല രീതിയിൽ ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ സാധാരണ ഇവിടെ ഇല്ലാത്തൊരു സാധനമോ ഗ്രിൽഡ് ചിക്കനിൻ്റെ വേറൊരു വെറൈറ്റി സാധനമാണ്. ഞാൻ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ഷോക്കായി പോയി. കാരണം ഈ സാധനം ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. ലൈറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ നനഞ്ഞായിരുന്നു. മഴ പെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടത് ഒരുപാട് ലൈറ്റ്സൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. കാരണം കയറിയപ്പം ഉച്ചയ്ക്കായിരുന്നു കയറിയത്, അപ്പോൾ ലൈറ്റ്സ് ഒന്നും ഇങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ലൈറ്റ്സ് കണ്ടത്. അകത്തൊന്നും കയറിയില്ല. ഇത്രയും ഭംഗിയുള്ള ലൈറ്റ്സൊക്കെ ഞാൻ കണ്ടേ. ലുലുവിലോട്ട് അങ്ങോട്ട് അകത്തോട്ട് അങ്ങ് ഫോക്കസ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഈ പുല്ലിലുള്ള ലൈറ്റ്സൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങളൊരു ഫ്രൈഡ് റൈസും പിന്നെ ജലേബിയും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസും ജലേബിയും കയ്യിൽ വെച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. നല്ല വിശപ്പായിരുന്നു, കാരണം ഉച്ചയ്ക്ക് ഇറങ്ങിയതായതുകൊണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ജലേബി ഞങ്ങൾ ബസ്സിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ലുലുവിനെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല വ്യൂവിലൊക്കെ കിട്ടിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടികൾ അധികം ഉണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ലായിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കത്തില്ലേ, പ്രത്യേകിച്ച് ക്രിസ്മസും കൂടെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഈ ക്രിസ്മസ് കുറച്ചുകൂടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. സാധനങ്ങൾക്ക് ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. നല്ല ചുവന്നിരിക്കുക ലുലു മോള് നമ്മുടെ. അങ്ങനെ അടിപൊളി വൈബായിരുന്നു ലുലുവിൻ്റെ അകത്ത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. സിനിമയ്ക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഞങ്ങൾ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ലുലുയുടെ ഓപ്പോസിറ്റ് നിൽക്കുക. ബസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ നല്ല ചൂട് ജലേബി ഓപ്പൺ ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു, പൊട്ടിക്കാൻ പോലും പറ്റിയില്ല സ്പൂൺ വെച്ചിട്ട്. പിന്നെ കൈ അയക്കാണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ടൂറ് കഴിഞ്ഞു ഗൈസ്.